കർക്കിടക മാസം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക മാസം കൂടിയാണ്. ജൂലൈ 18 കർക്കിടകത്തിലെ മുപ്പട്ട് വെള്ളിയാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വരുന്ന ദിവസമാണിത്. ഈ ദിവസം നാം ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ട് മഹാഭാഗ്യം വരുമെന്ന് ജ്യോതിഷം പറയുന്നു. 1 രൂപ നാണയം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണിത്. ഇത് ത്രിസന്ധ്യ സമയത്താണ് ചെയ്യേണ്ടത്. 6:13 6:43 ഇടയിൽ വിളക്ക് വെച്ച് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിളക്ക് കത്തിച്ച ശേഷം താമരപ്പൂ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിലോ വിളക്കിന് മുന്നിലോ വയ്ക്കുന്നത് നല്ലതാണ്. താമരപ്പൂവെങ്കിൽ കൂടുതൽ നല്ലത്. ഇതില്ലെങ്കിൽ തുളസിയോ മുല്ലപ്പൂവോ പനിനീർപ്പൂവോ വെക്കുന്നത് നല്ലത്. മഹാലക്ഷ്മി ചിത്രമില്ലെങ്കിൽ ഏതെങ്കിലും ദേവീ ചിത്രമായാലും മതി. മധുര നിവേദ്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ശർക്കര അടയോ ഉരുണ്ട ശർക്കരയോ പായസമോ, ഇതില്ലെങ്കിൽ പാലിൽ പഴം നുറുക്കി അല്പം പഞ്ചസാര ഇട്ടതോ നിവേദ്യമായി ഭഗവതിക്ക് മുന്നിൽ വെക്കുക. പറ്റുമെങ്കിൽ നെയ്വിളക്ക് വെക്കാം. 1 തുളസിത്തറയിലും വെക്കാം. തുളസിത്തറയിൽ വെച്ചാൽ ഏറെ ഗുണമാണ്. വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം കൂടി ഭക്തിയോടെ ചൊല്ലുക. വീട് ഇരുണ്ട് കിടക്കരുത്. വീട്ടിൽ പ്രകാശം നിറയണം. ഇതിന് ശേഷം 1 രൂപ നാണയം കത്തിച്ചു വെച്ച നിലവിളക്കിനെ ഒഴിഞ്ഞ് തലയ്ക്ക് മീതെ ഒഴിയണം. ആ സമയത്ത് ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദായേ ശ്രീ സം നമഃ എന്ന മന്ത്രം കൂടി ചൊല്ലണം. ഇത് ദേവിയെയും ഗണേശനെയും തൃപ്തിപ്പെടുത്താനുള്ള മന്ത്രോച്ചാരണമാണ്. ഈ നാണയം 3 തവണ തലയ്ക്കൊഴിഞ്ഞ് അലമാരിയിലോ പേഴ്സിലോ വെക്കണം. ഇത് സ്ഥിരം അവിടെ വെക്കുക. മറ്റ് നാണയങ്ങൾക്കൊപ്പം പോകാതിരിക്കാൻ ഇതിനെ ഒരു തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞു വെക്കുക. ഈ നാണയം കഴുകിയെടുത്ത ശേഷം വേണം ഈ കർമ്മം ചെയ്യാൻ. ആദ്യം വിളക്കിൽ 3 വട്ടം ഒഴിഞ്ഞ ശേഷം തലക്കുഴിയുക. വിളക്ക് വെക്കുന്ന സമയത്ത് വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നിടണം. ഇതിലൂടെയാണ് ലക്ഷ്മി ദേവി വരുന്നതെന്നാണ് വിശ്വാസം. ഈ നിലവിളക്കിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് 1 മണിക്കൂർ നേരമെങ്കിലും കത്തിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ലളിതാ സഹസ്രനാമമോ മറ്റോ ചൊല്ലുകയോ വീട്ടിൽ ഉറക്കെ വയ്ക്കുകയോ ചെയ്യാം. ഇതേറെ ഐശ്വര്യം നൽകുന്നു.